സ്വർഗരാജ്യം എന്നാൽ എന്താണ്? ഈ ഭൂമിയിലൊരു സ്വർഗം എന്നാണോ അതിൻ്റെ അർത്ഥം? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താകുന്നു? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. നീതിപൂർവമായ ഒരു ഭരണകൂടം എന്നത് മനുഷ്യൻ്റെ കാലാതീതമായ സ്വപ്നമാണ്. എന്നാൽ എല്ലാ മാനുഷിക ഭരണകൂടങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിന് പ്രധാന കാരണം സമ്പൂർണ്ണ നീതിമാനായി ദൈവം മാത്രമേ ഉള്ളൂ എന്നതാണ്. സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തെപ്പോലെ നീതിനിഷ്ഠമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അനീതിയുള്ള ഭരണകൂടങ്ങളുടെ കീഴിൽ കഷ്ടപ്പെടുന്ന മാനവജാതിക്കുള്ള സദ്വാർത്തയാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. ദൈവത്താൽ ഭരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും അതിൽ പ്രവേശിക്കുവാനുള്ള വഴി ദൈവം തുറന്നു വച്ചിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കാണുവാൻ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ഹെരോദ രാജാവിൻ്റെ പദ്ധതിക്ക് തുരങ്കം വെച്ചു എന്ന് മനസ്സിലാക്കിയ രാജാവ് ബേത്ലഹേം മുതൽ റാമ വരെയുള്ള സ്ഥലങ്ങളിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുവാൻ ആജ്ഞ കൊടുത്തു. എന്നാൽ യേശുവിനെ ദൈവം സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് എത്തിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. വീണ്ടും കർത്താവിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനാകുന്നു. കർത്താവിൻ്റെ ദൂതൻ പെനിയേലിൽ യാക്കോബിന് പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് യോസഫിന് പ്രത്യക്ഷനായത്. പെനിയേലിൽ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തു ആയിരുന്നു. എന്നാൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു അവനിപ്പോൾ മിസ്രൈമിലാണ് ഈ പറയുന്ന സമയത്ത്. ഇവിടെ ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത്. ഹെരോദാവ് തക്ക സമയത്ത് തന്നെ മരിച്ചു. അവൻ്റെ മരണശേഷം അവൻ ഭരിച്ചിരുന്ന രാജ്യം മുഴുവൻ വിഭജിക്കപ്പെട്ടു. റോമ ഭരണാധികാരികൾ ഹെരോദാവിനെ വളരെ വിശ്വസിച്ചിരുന്നതിനാൽ ഒരു വലിയ രാജ്യം തന്നെ അവനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഹെരോദാവിന് അറിയാമായിരുന്നു തൻ്റെ മക്കൾക്കാർക്കും ആ രാജ്യം ലഭിക്കില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ രാജ്യം 3ആയി വിഭജിച്ചു 3 പേർക്ക് നൽകി. അവർ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയായിരുന്നു. പ്രത്യേകിച്ചും യഹൂദ ഭരിച്ചിരുന്ന അർക്കലയോസ്. അതുകൊണ്ട് യേശുവിനെയും കൊണ്ട് യെരുശലേമിലേക്ക് പോകുന്നത് അപകടം പിടിച്ച കാര്യമായിരുന്നതിനാൽ കുറച്ചുകൂടി നല്ല രാജാവായിരുന്ന ഹെരോദാവ് അന്തിപ്പാസ് ഭരിച്ചിരുന്ന ആ നസറേത്തിലേക്ക് പോകുവാനായിട്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായത്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. മിസ്രൈമിൽ നിന്നും യേശുവിനെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവൻ ന്യായപ്രമാണപ്രകാരം ജനിച്ചവനായിരുന്നു. അവൻ മോശയുടെ ന്യായപ്രമാണപ്രകാരം വേണം ജീവിക്കേണ്ടത്. വാസ്തവത്തിൽ ന്യായപ്രമാണം ശരിക്കും അനുസരിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി ക്രിസ്തു മാത്രമാകുന്നു. അവൻ മിസ്രൈമിൻ്റെ സ്വാധീനത്തിൽ നിന്നും പുറത്തു വരേണ്ടത് ആവശ്യമായിരുന്നു. മോശ മിസ്രൈമിൽ വളർന്നതുപോലെയോ ഇസ്രായേൽ മക്കൾ അവിടെ വളർന്ന് ഒരു വലിയ ജാതിയായി തീർന്നതുപോലെയോ യേശു അവിടെ വളരേണ്ടവനല്ലായിരുന്നു. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തു വന്നു. പിന്നീട് 22-ാം വാക്യത്തിൽ, എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ട് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക്
മാറിപ്പോയി. 23 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുമെന്ന പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഗലീല പ്രദേശങ്ങളിലാണ് ക്രിസ്തുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ചെന്നത്. വാസ്തവത്തിൽ അർക്കലയോസ് വേറൊരു ഹെരോദാവായിരുന്നു, നികൃഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നസറേത്ത് എന്നുള്ളതിൻ്റെ എബ്രായ പദം നെറ്റ്സർ എന്നത്രേ. അതിൻ്റെ അർത്ഥം കൊമ്പ് അല്ലെങ്കിൽ മുള എന്നത്രേ. യെശയ്യാവ് 11:1 വാക്യത്തിലും 52 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലും 22 സങ്കീർത്തനം 6 വാക്യത്തിലും നസ്രായൻ എന്ന പ്രയോഗം അല്ലെങ്കിൽ മുള എന്ന പ്രയോഗം നമുക്ക് കാണാവുന്നതത്രേ. അവിടെ മുള എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നെറ്റ്സർ എന്ന എബ്രായ പദം. യേശു ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു മുള ആയതുകൊണ്ട് മാത്രമല്ല അവൻ നസറേത്തിൽ വളർത്തപ്പെട്ടത് കൊണ്ടും കൂടിയാണ് യേശുവിന് ഈ പേര് ലഭിച്ചത്. അങ്ങനെ വിചിത്രമെന്ന് തോന്നുന്ന 4 പ്രവചനങ്ങളും വാസ്തവമായി തീർന്നു. അതായത് ക്രിസ്തുവിൻ്റെ ജനന സ്ഥലവുമായി ബന്ധപ്പെട്ട 4 സ്ഥലങ്ങൾ: ബേത്ലഹേമിൽ പിറന്നു, മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി, റാമയിൽ കരച്ചിൽ, നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. ഇവയെല്ലാം തികച്ചും സ്വാഭാവികമായി തന്നെ നിവൃത്തിയായി. ദൈവവചനം എത്ര കൃത്യമാണ്, എത്ര സത്യമാണല്ലേ. 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ രാജാവിൻ്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്ന് രാജ്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യുകയും രാജാവായി യേശുവിനെ സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നത്, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഇതാ ഇവിടെ പെട്ടെന്ന് യോഹന്നാൻ സ്നാപകൻ തിരുവചനത്തിൻ്റെ താളുകളിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എങ്കിൽ യോഹന്നാൻ സ്നാപകൻ എവിടെ നിന്ന് വരുന്നുവെന്നും അവൻ്റെ മുൻകാല ചരിത്രം എന്തായിരുന്നുവെന്നും ഇതൊന്നും നമുക്കറിയുവാൻ വേറെ വഴിയില്ലായിരുന്നു. കാരണം വിശുദ്ധ മത്തായി അതൊന്നും നമ്മോട് പറയുന്നില്ല. അവൻ അത് പറയാഞ്ഞതും എന്തുകൊണ്ടാണെന്നറിയാമല്ലോ. മലാക്കി പ്രവാചകൻ പറഞ്ഞതാണ്, രാജാവിൻ്റെ വരവിന് മുമ്പ് വഴിയൊരുക്കേണ്ടതിനായി ദൂതൻ വരുമെന്ന്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ ദൂതൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. താനൊരു ദൂതുവാഹി മാത്രമാണെന്ന കാര്യം യോഹന്നാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയും ആ കാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പെട്ടെന്ന് തിരുവചന പേജുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് യഹൂദിയിലെ മരുഭൂമിയിൽ വിളിച്ചു പറയുവാൻ അവൻ തുടങ്ങി. 3 പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 1 മാനസാന്തരപ്പെടുവിൻ, 2 സ്വർഗരാജ്യം, 3 സമീപിച്ചിരിക്കുന്നു. തിരിഞ്ഞു വരുവാനുള്ള ആഹ്വാനം എന്ന വണ്ണം ദൈവജനത്തിന് നൽകിയിട്ടുള്ള ഒരു പ്രയോഗമത്രേ മാനസാന്തരപ്പെടുവീൻ എന്നത്. നാം ഇതൊരുപാട് കേൾക്കുന്നതാണ്. മാനസാന്തരപ്പെടുക എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റോണിയ എന്നത്രേ. അതിൻ്റെ അർത്ഥം മറുപുറം തിരിയുക, മനസ്സ് മാറ്റുക, നേരെ എതിർ ദിശയിലേക്ക് പോകുക എന്നൊക്കെയാണ്. ഒരു ദിക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ നേരെ തിരിഞ്ഞ് വേറൊരു ദിശയിലേക്ക് പോകുന്നു എന്ന് അർത്ഥം. പ്രഥമമായി ഏതൊരു കാലത്തും ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ള ദൂതാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ അവരാണ് ഉണർവ് പ്രാപിക്കേണ്ടവർ. തണുത്ത് നിർവികാരികളായി തീരുന്ന അവരത്രേ തിരിച്ചു വരേണ്ടത്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ആസിയയിലുണ്ടായിരുന്ന 7 സഭകളോടുള്ള ദൂതായി കർത്താവ് തന്നെ പറഞ്ഞത് അതാകുന്നു, മാനസാന്തരപ്പെടുവീൻ. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചെന്നിരിക്കും, അപ്പോൾ ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ മാനസാന്തരപ്പെടണ്ടായോ? രക്ഷിക്കപ്പെടാത്ത വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നത് അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. വിശ്വാസം എന്നാൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുക എന്നാണ് അർത്ഥം.
നിങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ വേറെ പലതിൽ നിന്നും തിരിയുകയും വേണം. അങ്ങനെ പലതിൽ നിന്നും തിരിയുന്നില്ല എങ്കിൽ യേശുവിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് മാനസാന്തരം എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമത്രേ. നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രഥമമായും നൽകേണ്ട ദൂത് ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നത്രേ. ഇന്ന് അനേകരും കൈയൊന്നുയർത്തിയത് കൊണ്ടോ എഴുന്നേറ്റ് നിന്നതുകൊണ്ടോ മാനസാന്തരമായി, വിശ്വാസമായി എന്നൊക്കെ കരുതി ജീവിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി വിശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വാസ്തവമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പലതിൽ നിന്നും അവങ്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ പലതിൽ നിന്നും തിരിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ എല്ലാവരും സംശയിക്കും. ഈ സ്വർഗരാജ്യം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വർഗത്തിൻ്റെ ഭരണം ഭൂമിയിൽ നടപ്പാക്കുക എന്നത്രേ. യേശുക്രിസ്തു രാജാവാകുന്നു. ഒരു രാജാവിനെ കൂടാതെ രാജ്യമില്ലല്ലോ. അതുപോലെ തന്നെ രാജ്യമില്ലാതെ രാജാവും ഉണ്ടായിരിക്കുകയില്ല. ഒരു രാജാവിന് ഒരു രാജ്യമുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ എന്താണ് അവൻ അർത്ഥമാക്കുന്നത്? രാജാവിൻ്റെ ആളത്വത്തിൽ സ്വർഗരാജ്യം സന്നിഹിതമായിരിക്കുന്നു എന്നത്രേ അവൻ അർത്ഥമാക്കിയത്. സ്വർഗരാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം നാം ജീവിക്കുന്ന ഈ കാലത്തിലില്ലേ എന്നൊരു സംശയം ഉദിച്ചേക്കാം. തീർച്ചയായും ഉണ്ട്. ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നവനെ രക്ഷിതാവായി അനുഭവമാക്കുന്നവർ അവിടുത്തെ സുപുത്രൻ്റെ രാജ്യത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ അവനുള്ളവരാണ്. ഒരു പ്രജയ്ക്ക് രാജാവിനോടുള്ള ബന്ധത്തെക്കാൾ വളരെ അടുത്തുള്ള ഒരു ബന്ധം അങ്ങനെയുള്ളവർക്കുണ്ട്. ക്രിസ്തു മണവാളനാണ്. ക്രിസ്തു വിശ്വാസികൾ അവൻ്റെ മണവാട്ടിയുടെ ഭാഗമാകുന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് നാം എല്ലാവരും അവൻ്റെ രാജ്യത്തിലെ പ്രജകളെപ്പോലെ അല്ലേ എന്ന് ചിലർ ചോദിക്കുവാനിടയുണ്ട്. അതിലുപരിയായി ചിലതുണ്ട് എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവനെ അനുസരിക്കേണ്ടത്. ഇതൊരു സ്നേഹബന്ധമാണ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നത്രേ ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞത്. സ്വർഗരാജ്യം എന്നാൽ ഭൂമിയിൽ സ്വർഗീയ ഭരണം എന്നത്രേ അർത്ഥമാക്കുന്നത്. അത് ഇന്ന് കാണുന്നില്ല. ക്രിസ്തു ഇന്ന് ലോകത്തെ ഭരിക്കുന്നില്ലല്ലോ. സ്വർഗരാജ്യം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ആ ചിന്താഗതിക്ക് എന്തോ തകരാറുണ്ട് എന്ന് തന്നെ ഞാൻ ചിന്തിക്കും. തന്നെ വിശ്വാസത്താൽ കൈക്കൊണ്ടവരുടെ ഹൃദയത്തിലല്ലാതെ ഒരു രൂപത്തിലും ഭാവത്തിലും ക്രിസ്തു ഇന്ന് ഭരണം നടത്തുന്നില്ല. തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായി ക്രിസ്തു ഒരിക്കൽ വരും. അങ്ങനെ അവൻ വരുമ്പോൾ അവൻ സകല ശത്രുത്വവും തകർക്കും. സകല എതിർപ്പുകളും അവൻ തകർക്കും എന്നത് സത്യമായ കാര്യമത്രേ. സ്വർഗരാജ്യം സമീപമായിരുന്നു, അഥവാ രാജാവിൻ്റെ വ്യക്തിത്വത്തിൽ അത് സന്നിഹിതമായിരുന്നു. അപ്രകാരം മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് വിശുദ്ധ മത്തായി പറയുന്നത് താൻ രേഖപ്പെടുത്തുന്നത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാകുന്നു എന്നത്രേ. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അത്രേ ഈ പറഞ്ഞത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാകുന്നു താനെന്ന് മാത്രമാണ് യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ച് അവകാശപ്പെട്ടത്. അവൻ്റെ ഒരേ ഒരു ഉദ്ദേശം യേശുക്രിസ്തുവിന് വഴിയൊരുക്കുക എന്നത് മാത്രമായിരുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുതേനും ആയിരുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ ഒരു പ്രത്യേക വ്യക്തി ആയിരുന്നു അല്ലേ? അവൻ്റെ ഭക്ഷണ രീതിയും അവൻ്റെ വസ്ത്രധാരണവും അസാധാരണത്വമുള്ളതായിരുന്നു. ഇന്ന് പിന്നെ ഈ അസാധാരണമായ വസ്ത്രധാരണം ചെയ്യുന്നവർക്കാണല്ലോ വലിയ വില, അവർക്കാണല്ലോ ഡിമാൻഡ്. അവൻ്റെ ഉടുപ്പ് ഒട്ടകരോമം കൊണ്ടുള്ളതായിരുന്നു, അരയിലൊരു തോൽവാറും. ഭക്ഷണം കേട്ടാൽ അതിലും രസം, വെട്ടുക്കിളിയും കാട്ടുതേനും. അവന് നീണ്ട മുടിയും താടിയും ഉണ്ടായിരുന്നുവെന്നാണല്ലോ കാണുന്നത്.
ഇവിടെ ഒരു അസാധാരണ മനുഷ്യൻ ഒരു ദൗത്യവുമായി കടന്നു വന്നിട്ടുണ്ട്. അവൻ യഥാർത്ഥത്തിലൊരു പഴയ നിയമ കഥാപാത്രമാകുന്നു. എന്നാൽ അവൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ താളുകളിലേക്ക് കടന്നു വരുന്നു. അവൻ പഴയ നിയമ പ്രവാചകന്മാരിൽ അവസാനത്തെ വ്യക്തിയാണ്. 5ഉം 6ഉം വാക്യങ്ങളിൽ അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. പുരുഷാരം അവൻ്റെ അടുക്കലേക്ക് ചെന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. അവനൊരു വലിയ സ്റ്റേഡിയമോ വലിയ ഓഡിറ്റോറിയമോ പള്ളിയോ പാരിഷ് ഹാളോ ഒന്നും വാടകയ്ക്കെടുത്തില്ല. അവനെ ക്ഷണിക്കുവാൻ ഒരു കമ്മിറ്റിയും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അവനെ ആരും ക്ഷണിച്ചതുപോലുമില്ല. അവൻ ഒരു പബ്ലിസിറ്റിയുമില്ലായിരുന്നു. എത്ര അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കൊക്കെ മാതൃകയാക്കുവാൻ എത്ര നല്ലതാണല്ലേ. 7ഉം 8ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ആരാണ് യോഹന്നാൻ സ്നാപകൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് നോക്കിക്കേ. ഈ മാന്യരായ സന്ദർശകരെ യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകൻ അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ആരംഭിച്ചെന്നിരിക്കട്ടെ. അതെ, അല്ലെങ്കിൽ അതിനോട് ചേരുന്ന ഏതെങ്കിലും ഒരു സംബോധന. അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? വളരെ ശക്തമായ ഭാഷയത്രേ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബഹുമാന്യരായ പരീശന്മാരോടും സദൂക്യരോടും അത്രേ അവൻ സംസാരിക്കുന്നത്. ഈ പുതിയ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയണം എന്നത്രേ അവൻ പറയുന്നത്. അതെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സ്നാനമെന്ന ഒരു കർമ്മത്തിലൂടെ മാത്രം പോയതുകൊണ്ട് താങ്കൾക്കും എനിക്കും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ഫലമുണ്ടാകണം. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ കർക്കശമായൊരു പ്രസ്താവന അത്രേ അവനിവിടെ ചെയ്തിരിക്കുന്നത്. യഹൂദയിൽ അന്ന് അവൻ ഏറ്റവും ജനസമ്മതിയുള്ള മനുഷ്യനായി തിരഞ്ഞെടുക്കാഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുവല്ലോ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ യാതൊരു വിശേഷവുമില്ല. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാനായിട്ട് സാധിക്കും എന്നത്ര യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ മാത്രമേ ഫലം തരൂ. ഫലം കായ്ക്കാത്തതിനാൽ മരത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാവിൽ മാങ്ങായും തെങ്ങിൽ തേങ്ങായുമാണ് ഉണ്ടാവുക. ഒരു മാവിൽ മുഴുവൻ കാണാൻ അതിമനോഹരവും മാങ്ങ പോലെ തന്നെ ഇരിക്കുന്ന കാഞ്ഞിരത്തിൻ കായ് ഉണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യും? അതൊരു മാവല്ല എന്ന് മനസ്സിലാക്കി നാം മുറിച്ചു കളയും. വേരും ഫലവും ഒരുമിച്ച് പോകുന്നവയാണ്. ഒരു വൃക്ഷത്തിന് ശരിയായ വേരുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഫലം കായ്ക്കൂ എന്ന് പ്രതീക്ഷിക്കാം. ഈ കാര്യമാകുന്നു യോഹന്നാൻ സ്നാപകൻ ആ ജനത്തോട് പറയുന്നത്. അവൻ അവരോട് പറയുന്നത്, ശരിയായ വിധത്തിലല്ലാത്ത വൃക്ഷങ്ങൾ വെട്ടിക്കൊണ്ട് വന്ന് തീയിലിട്ട് കളയുവാൻ പോവുകയാണെന്നത്രേ. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. യോഹന്നാൻ പറയുന്നത്, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. നിങ്ങളും ഞാനും ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലത്തിലാകുന്നു എന്നറിയാമല്ലോ. ഈ കാലത്തിലാകുന്നു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നത്. അവൻ രണ്ടാമത് വരുമ്പോഴത്ത്
ആ സമയത്താണ് തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നത്. തീയ് ന്യായവിധിയെ എത്ര കാണിക്കുന്നത്. ഈ വ്യത്യാസം നാം പ്രത്യേകം മനസ്സിലാക്കിയേ മതിയാകും. നിങ്ങളിൽ ചിലർ ഇപ്പോൾ പറഞ്ഞു കാണും, ഞാൻ ചിന്തിച്ചല്ലോ പെന്തക്കോസ്ത് നാളിലാകുന്നു വിശ്വാസികളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിച്ചതെന്ന്. അന്ന് അഗ്നിനാവുകൾ ഓരോരുത്തരുടെ മേലും പതിച്ചു കാണും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല പ്രിയ സുഹൃത്തേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാറ്റു വന്നെന്നോ തീ ഉണ്ടായെന്നോ അല്ല. പിന്നെയോ അത് പരിശുദ്ധാത്മാവിൻ്റെ വരവായിരുന്നു. കൊടിയ കാറ്റ് പോലെ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? പോലെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാറ്റും തീയുമാണോ? അല്ല. മനുഷ്യന് കാണുവാനും കാതുകൾക്ക് കേൾക്കുവാനും കഴിയുന്ന ചിലതിനോട് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം തീ കൊണ്ടുള്ള സ്നാനത്തിൻ്റെ നിവൃത്തിയായിരുന്നില്ല. അതേ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പായി പറയട്ടെ. തീ കൊണ്ടുള്ള സ്നാനം ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിങ്കിൽ അത്ര സംഭവിക്കുവാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. ചിലരല്ല, എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവരാണ്. അല്ലെങ്കിൽ അവർക്ക് വിശ്വാസികളായിരിക്കുവാൻ സാധിക്കില്ല. അതായത് ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ ദൈവ പൈതലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിത്തീരും. തിരുവചനത്തിലെ അതിമഹത്തായ സത്യങ്ങളിൽ ഒന്നത്ര ഇത്. നിങ്ങളും ഞാനും കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭയോട് ഏകീഭവിപ്പിക്കുന്നു, ഒന്നാക്കുന്നു. അതാണ് പരിശുദ്ധാത്മസ്നാനം. അതാകുന്നു യഥാർത്ഥ സ്നാനം. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ സംസാരം തുടരുന്നത് ഇനി ശ്രദ്ധിച്ചാട്ടെ. 12-ാം വാക്യത്തിൽ, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇവിടെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, അവൻ പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. എന്നിട്ട് പറയുകയാണ്, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. യേശുക്രിസ്തു എന്തിനാണ് സ്നാനമേറ്റത് എന്ന് നാം ന്യായമായും ചോദിച്ചേക്കാം. അതൊരു ഉത്തരമായി ഏതാനും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. 14-15 വാക്യങ്ങളിൽ കാണുന്നു, യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. സത്യത്തിൽ എന്തിനാണ് ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റത്? അതിൻ്റെ ആവശ്യം യേശുവിനുണ്ടായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ഒരു ദൈവപൈതലായി തീരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരം കണ്ടെന്നിരിക്കും. പക്ഷേ പ്രഥമമായുള്ള കാര്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. പാപികളായ മനുഷ്യവർഗത്തോട് തന്നെ പൂർണ്ണമായും ഏകീഭവിപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്തത്. അവൻ അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെട്ടുവെന്ന് യെശയ്യാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എത്ര മനോഹരമായൊരു ചിത്രമല്ലേ? ഉന്നതനായൊരു രാജാവ് താണിറങ്ങി വന്ന് പ്രജകളോടുകൂടെ തന്നെ താതാത്മ്യപ്പെടുത്തുന്ന ഒരു ചിത്രമത്രേ നാം യേശുവിൽ കാണുന്നത്. വാസ്തവത്തിൽ സ്നാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് താതാത്മ്യപ്പെടുക, ഒന്നാകുക എന്നൊക്കെയാണ്, ഏകീഭവിക്കുക. ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെയും പ്രഥമമായ ഉദ്ദേശം താതാത്മ്യപ്പെടുക എന്നുള്ളതായിരുന്നു. അതത്രേ ശരിയായ തർജ്ജിമ.
വേറൊരു കാര്യം, ക്രിസ്തു സ്നാനമേറ്റത് നമുക്കൊരു മാതൃക കാണിക്കുവാനല്ലായിരുന്നു. നാം എല്ലാവരും അനുകരിക്കേണ്ട ഒരു മാതൃകയായിരുന്നു ക്രിസ്തു അന്ന് അനുഷ്ഠിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തെറ്റാണ്. ക്രിസ്തു പരിശുദ്ധനായിരുന്നു. അവന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവൻ ഏറ്റുപറയേണ്ട പാപം ഒന്നുമില്ലായിരുന്നല്ലോ. നിങ്ങളും ഞാനും മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. കർത്താവ് വിശുദ്ധനും കുറ്റമറ്റവനും നിഷ്കളങ്കനും പാപികളോട് വേർപെട്ടവനുമായിരുന്നു. മനുഷ്യവർഗത്തോട് തന്നെ പൂർണ്ണമായി ഏകീഭവിപ്പിച്ച് കാണിക്കുവാനാണ് ക്രിസ്തു സ്നാനമേറ്റത്. ക്രിസ്തു സ്നാനമേറ്റതിന് രണ്ടാമതൊരു കാരണമുണ്ട്. മരണത്തിൻ്റെ പ്രതീകമത്രേ സ്നാനം. അവൻ്റെ മരണം ഒരു സ്നാനമായിരുന്നു. താൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ തൻ്റെ വലത്തും ഇടത്തും ഇരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച തൻ്റെ ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? മർക്കോസ് എഴുതിയ സുവിശേഷം 10:38 ക്രിസ്തുവിൻ്റെ മരണം ഒരു സ്നാനമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അവൻ മരണത്തിലേക്ക് പ്രവേശിച്ചു. ക്രിസ്തു സ്നാനമേറ്റതിന് മൂന്നാമതൊരു കാരണമുണ്ട്. ഈ സമയത്ത് അവനെ പൗരോഹിത്യ പദവിയിലേക്ക് വേർതിരിക്കുകയാണ് ഉണ്ടായത്. ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ടാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നത്. ക്രിസ്തു ചെയ്തതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നു നിവർത്തിച്ചത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നു. നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കേണ്ടതാകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാകുന്നു സാധ്യമാകുന്നത്. ജലത്തിലുള്ള സ്നാനം അങ്ങനെ ഏകീഭവിച്ചു എന്നതിൻ്റെ സാക്ഷ്യം മാത്രമാകുന്നു. 16-17 വാക്യങ്ങൾ കൂടി നോക്കാം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇവിടെ തൃത്വത്തിൻ്റെ ഒരു വെളിപ്പാടത്രേ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു വെള്ളത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. അപ്പോൾ തന്നെ പിതാവായ ദൈവം സംസാരിക്കുകയും ചെയ്യുന്നു. പിതാവ് പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തു തൻ്റെ ജനത്തോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. എത്ര മഹാനായൊരു രാജാവല്ലേ, എത്ര നല്ലവനായൊരു രാജാവ്. തൻ്റെ പ്രജകളോട് താതാത്മ്യം പ്രാപിക്കുന്ന കർത്താവ്, തന്നെ അംഗീകരിക്കുന്ന തൻ്റെ മക്കളെ എല്ലാ രംഗങ്ങളിലും കാത്തു പരിപാലിക്കുന്ന കർത്താവ്. ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു തൻ്റെ സ്നാനത്തിലൂടെ പാപികളായ മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെടുകയും തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ദൈവനീതി പൂർണ്ണമായി നിറവേറ്റുവാൻ സ്വയം സമർപ്പിച്ച ക്രിസ്തുവാണ് ദൈവരാജ്യത്തിൻ്റെ ഉത്തമമായ മാതൃക. വെറും മതാചാരങ്ങളിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് യഥാർത്ഥ വിശ്വാസത്തോടും മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളോടും കൂടി ജീവിക്കുവാൻ നാം തീരുമാനിക്കുമ്പോഴാണ് സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്.